വീണ്ടും PSC LP UP ഇൻ്റർവ്യൂവിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂകളിൽ നിന്നും ലഭ്യമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഓരോ അനുഭവങ്ങളും ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയവർ പങ്കുവയ്ക്കുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചോദ്യങ്ങൾ തീർച്ചയായും അടുത്ത ഒരു ഇൻ്റർവ്യൂ കാൻഡിഡേറ്റിന് യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് ഇന്നും നമ്മൾ അറിയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയുന്നത്, ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 6-ാം തീയതിയാണ്. ഇന്ന് രാവിലെ വരെ ആരംഭിച്ച ഇൻ്റർവ്യൂവിൽ 2-3 പേരാണ് എന്നോട് അഭിപ്രായങ്ങൾ പറഞ്ഞത്. അവരുടെ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻപത്തെ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ്. 1-2 ചോദ്യങ്ങൾ മാത്രമാണ് ഒരു വ്യത്യസ്തതയാർന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒരു വ്യക്തിയോട് 5 ചോദ്യങ്ങൾ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൽ 4 ചോദ്യങ്ങളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അത് മാത്രമല്ല, ഇത്തരം വീഡിയോസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതല്ല എങ്കിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. മുൻപ് ഇൻ്റർവ്യൂ കഴിഞ്ഞവരോട് അവരുടെ അനുഭവങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും അവ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ക്ലാസ്സിൽ ശിശു കേന്ദ്രീകൃത രീതി എങ്ങനെ നടപ്പിലാക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്. തീർച്ചയായിട്ടും ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് അല്ലാത്തൊരു രീതി. പണ്ടത്തെ രീതിയായിരുന്നു ടീച്ചർ സെൻറ്റേർഡ് രീതി. അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഴയ രീതിയിൽ നിന്നും എന്ത് വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാലോചിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടും. തീർച്ചയായും ഇപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും എല്ലാമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരീക്ഷണം, അതുപോലെ പരീക്ഷണം, പ്രൊജക്റ്റ് രീതി, ഇതെല്ലാം തന്നെ ശിശു കേന്ദ്രീകൃത രീതിയിലേക്ക് ക്ലാസ്സിനെ നയിക്കുന്ന ഓരോ മാർഗങ്ങളാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കാര്യങ്ങൾ അവർക്ക് അറിവ് എത്തിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ആഗമന രീതി, നിഗമന രീതി എന്ന 2 രീതികളുണ്ട്. ഇതിൽ ആഗമന രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഉദാഹരണങ്ങളിൽ നിന്ന് കുട്ടികൾ ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു. കുട്ടികൾക്ക് ടീച്ചർ ചോദ്യങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഉത്തരത്തിൽ എത്തിക്കാനുള്ളൊരു വഴി മാത്രം ടീച്ചർ ഒരുക്കി നൽകുകയും അതിനാവശ്യമായ സാഹചര്യങ്ങളും ചോദ്യങ്ങളും മാത്രം ടീച്ചർ നൽകുകയും കുട്ടി സ്വയം പ്രവർത്തനത്തിലൂടെ ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെയാണ് ശിശു കേന്ദ്രീകൃത രീതി. അവർ തന്നെ കണ്ടെത്തി പഠിക്കുന്നു. കണ്ടെത്തൽ പഠനം, അതുപോലെ സോഷ്യലായിട്ട് അവർ മിങ്കിൾ ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന അറിവുകൾ അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അവർ അറിവ് നിർമ്മിക്കുന്നു. വൈഗോട്സ്കിയുടെയും എല്ലാം ആശയങ്ങളാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് പറയാം. എന്താണ് ശാസ്ത്രാവബോധം? ശാസ്ത്ര ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ആശയങ്ങൾ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത്. അതായത് വിശ്വാസമല്ല, ശാസ്ത്ര സത്യങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നു എന്നതാണ്. തികച്ചും അന്ധവിശ്വാസം എന്നൊരു ടേമിന് നേരെ വിപരീതമാണ് ശാസ്ത്ര അവബോധം എന്നത്. മറ്റൊരു ചോദ്യം, ചിഹ്നങ്ങൾ ഉറപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്നാണ്. ആവർത്തിച്ച് പഠിപ്പിക്കുക എന്നതാണ് ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്. തീർച്ചയായിട്ടും ഒരുപാട് പഠന ഉപകരണങ്ങൾ ഇതിനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ടീച്ചേഴ്സിനെ നിർമ്മിക്കാം. മറ്റു ഉപകരണങ്ങൾ നമുക്ക് ക്ലാസ്സിൽ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് അക്ഷരങ്ങൾ വെട്ടി കാർഡുകൾ, ചിഹ്നങ്ങൾ വെട്ടിയുള്ള കാർഡുകൾ, ഇവ ഒരുമിച്ച് വെച്ച് അവരോട് വാക്കുകൾ നിർമ്മിക്കാൻ പറയാം. ബോർഡിൽ തന്നെ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ട് ഈ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വാക്കുകൾ നിർമ്മിക്കുന്ന കുട്ടികളെ, ചിഹ്നങ്ങളും ഒരു സൈഡിൽ അക്ഷരങ്ങളും മറ്റൊരു സൈഡിൽ ചിഹ്നങ്ങളും ഉണ്ടെങ്കിൽ അവരോട് ആവശ്യമായ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വാക്കുകൾ നിർമ്മിക്കാൻ കഴിയുന്നവർ എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ LP ക്ലാസ്സുകളിൽ നൽകാവുന്നതാണ്. ICT ഇതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ICTയിലെ ഒരുപാട് പസിൽസ്, ഗെയിംസ് എന്നിവയെല്ലാം അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ ഉറപ്പിക്കാനായിട്ട് ഹെൽപ്ഫുള്ളായ രീതികളുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം തന്നെ കുട്ടികളുടെ ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റൊരു ചോദ്യം, RMSA ഫുൾ ഫോം, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ.
ഇത് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഒന്നാണ് RMS എന്ന് പറയുന്നത്, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നത്. അത് ചോദിച്ചു കണ്ട ഒരു ചോദ്യമാണ്. മറ്റൊന്ന് ചോദിച്ചത് UG ഗ്രാമറിനെ പറ്റിയിട്ടാണ്. എന്താണ് UG ഗ്രാമർ? UG ഗ്രാമർ എന്നത് നോം ചോംസ്കിയുടെ ഒരു ഐഡിയ ആണ്. എല്ലാ മനുഷ്യഭാഷയിലും ഗ്രാമർ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും എന്നതാണ് UG ഗ്രാമർ എന്നതിൻ്റെ ഒരു കോറായിട്ടുള്ള ഐഡിയ, ഒരു മെയിൻ ഐഡിയ. UG ഗ്രാമർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാമർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് എല്ലാ ഭാഷയിലെയും ഗ്രാമർ ഒന്നാണ്. നിയമം പഠിക്കാതെ തന്നെ ഭാഷ പഠിക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ ഉദാഹരണമായിട്ട് കുട്ടികളെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുമ്പോൾ ആ കുട്ടി ഏത് ഭാഷയായിട്ടാണ് പരിചയപ്പെടുന്നത്, അത് നിയമം പഠിക്കാതെ തന്നെ അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാതെ തന്നെ ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നു. അതിനെയാണ് നോം ചോംസ്കി യൂണിവേഴ്സൽ ഗ്രാമർ എന്നൊരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഇംഗ്ലീഷിൽ ഗ്രാമർ ആർ ഇന്നേറ്റ് ആൻഡ് യൂണിവേഴ്സൽ അക്രോസ് ദ ഓൾ ഹ്യൂമൻ ലാംഗ്വേജസ് എന്നൊരു ടേമാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഇന്നേറ്റ് ആണ്, യൂണിവേഴ്സ് ആണ്, അക്രോസ് ഓൾ ഹ്യൂമൻ ലാംഗ്വേജ്, എല്ലാ ഹ്യൂമൻ ലാംഗ്വേജിലും ഗ്രാമർ എന്ന് പറയുന്നത് സെയിം ആണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സംഭവം കൂടി, ഒരു ടേം കൂടി ചോദിച്ചിരുന്നു, LAD, ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നതാണ് ലാഡിൻ്റെ ഫുൾ ഫോം. അത് ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതിനെപ്പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ ദ ഇന്നേറ്റ് ഫെസിലിറ്റി ടു അക്വയർ എ ലാംഗ്വേജ്. ഒരു വ്യക്തിക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ്, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇന്നേറ്റ് ആയിട്ട് തന്നെ ആ ഒരു കഴിവുണ്ട് എന്നാണ് ലാഡ് എന്നതുകൊണ്ട് നോം ചോംസ്കി ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ടേം മറക്കാതിരിക്കുക. ലിംഗ്വിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേമാണിത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു കഴിവുണ്ട്, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ളൊരു കഴിവ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കഴിവ്, ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കഴിവ് കുട്ടികൾക്ക് കൂടുതലുണ്ട് എന്നാണ് ഇതിലൂടെ, ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നൊരു ടേമിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിനോട് തന്നെ ഇത് റിലേറ്റ് ചെയ്ത് ചോദിച്ച മറ്റൊരു ചോദ്യം, ക്ലാസ്സിൽ അക്വിസിഷനും ലേണിങ്ങും വ്യത്യസ്തമാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അക്വിസിഷനും ലേണിങ്ങും വ്യത്യസ്തമാകുന്നത്, എങ്ങനെയാണ് അത് ക്ലാസ്സിൽ നടക്കുന്നത് എന്നാണ്. അക്വിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉപബോധ മനസ്സിലെ പ്രക്രിയയാണ്. അത് സ്വാഭാവികമായിട്ട് നടന്നു പോകും. ബോധപൂർവമായൊരു പരിശ്രമം ഇല്ലാതെ തന്നെ നടന്നു പോകുന്ന ഒന്നാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ആദ്യ ഭാഷ പഠിക്കുന്നതല്ല അതിന് ഉദാഹരണമാണ്. ഒരു കുട്ടി അത് അക്വിസിഷൻ അത് നേടിയെടുക്കുകയാണ്. അത് കുട്ടി ബോധപൂർവമായിട്ട് ആ ഭാഷ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കുന്ന ഒന്നല്ല, അത് അക്വിസിഷനാണ്. ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ നടക്കുന്നതാണ്. അത് നാച്ചുറലായിട്ട് നടന്നു പോകുന്ന ഒന്നല്ല, ബോധപൂർവമായിട്ട് പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് ശ്രദ്ധ അത്യാവശ്യമാണ്. അതുപോലെ നിയമം, പദാവലി, വ്യാകരണം, ഒരു ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ ഇതെല്ലാം ആ കുട്ടി ശ്രദ്ധിക്കുന്നതിലൂടെ മാത്രമേ ലേണിംഗ് നടക്കുകയുള്ളൂ. ഒരു വ്യക്തമായ അറിവ് നേടാൻ ഔപചാരികമായിട്ട് ആ കുട്ടി എഫേർട്ട് എടുത്ത് നേടുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അക്വിസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഒരിക്കലും കുട്ടി ഇതിന് എഫേർട്ട് എടുക്കുന്നില്ല, സ്വാഭാവികമായിട്ട് പഠിച്ചു പോകുന്ന ഒന്നാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ UG ഗ്രാമർ, ലാഡ്, അക്വിസിഷൻ, ലേണിംഗ്, RMS, അതുപോലെ ചിഹ്നങ്ങൾ ഉറപ്പിക്കാനുള്ള പ്രവർത്തനം, ശാസ്ത്രാവബോധം, ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷ് പോർഷൻ, അതായത് UG ഗ്രാമർ, ലാഡ് എന്നതെല്ലാം ഇംഗ്ലീഷ് ഡിഗ്രി എടുത്തവർക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇത് ഡിഗ്രി ഇംഗ്ലീഷ് അല്ലാത്ത കുട്ടിയോടാണ് ചോദിച്ചത്. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ DLED ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യലായിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നിന്നോ ഒന്നും ചോദിച്ച ഭാഗങ്ങളല്ല. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. നന്ദി.